നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ ഈസി ബർത്ത്ഡേ കാർഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഇന്ന് അത് കണ്ടാലോ. ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കണം. അതിനെ രണ്ടായിട്ട് ഇതുപോലെ മടക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന കാർഡ് സൈസ് അനുസരിച്ച് ഒരു സ്ക്വയർ വരയ്ക്കണം. ഞാനൊരു ചെറിയ കാർഡാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ മതി. ഇനി അതിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ 2 ലൈൻസ് വരയ്ക്കണം. ഞാൻ 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് വിട്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ വരച്ച ലൈൻ വെട്ടിയെടുക്കാം. നമ്മൾ വരച്ച ലൈനിൽ കൂടെ മാത്രം വെട്ടിയാൽ മതി, വേറെ ഒന്നും വെട്ടണ്ട. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം വരച്ച ലൈനും വെട്ടണം. ഇപ്പം വെട്ടുമ്പം ഫ്രണ്ട് കവർ മാത്രമേ വെട്ടാവുള്ളൂ, അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് വേണം വെട്ടാൻ. ഇനി ബാക്ക് കവറിൻ്റെ താഴെ ഇതുപോലെ വെട്ടിക്കൊടുക്കണം. ഇപ്പം കിട്ടിയ 2 ഫ്ലാപ്സ് വെച്ച് നമ്മൾ അകത്തോട്ട് മടക്കണം. നമ്മൾ നേരത്തെ താഴെ ഒരു ചെറിയ സ്ക്വയർ വെട്ടിയില്ലേ, അത് വേറൊന്നിനുമല്ല, ഇതുപോലെ നീറ്റായിട്ട് മടക്കാനായിരുന്നു. വെട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട് കവറിൽ ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കണം. നമ്മുടെ ഇഷ്ടമുള്ള സൈസ് അനുസരിച്ചുള്ള സ്ക്വയറാണ്. പിന്നെ ആ സ്ക്വയറും വെട്ടിയെടുക്കണം. സിസേഴ്സ് വെച്ച് തന്നെ നമുക്കിത് വെട്ടിയെടുക്കാമല്ലോ, സിമ്പിളാണ്. അങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് ഇഷ്ടമുള്ളത് വരച്ചു കൊടുക്കാം. ഇതൊരു ബർത്ത്ഡേ കാർഡ് ആയതുകൊണ്ട് ഞാൻ കേക്കാണ് വരയ്ക്കുന്നത്. കേക്കില്ലാതെ എന്ത് ബർത്ത്ഡേ അല്ലേ. പിന്നെ കേക്ക് വരയ്ക്കാനും ഈസിയാണ്. അതായത് 2 റെക്റ്റാങ്കിൾ അങ്ങോട്ട് വരച്ചാൽ മതി, കേക്കായി കിട്ടും. കേക്കിൽ ഞാൻ കളറൊന്നും അടിക്കുന്നില്ല, വൈറ്റ് ക്രീമാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഫ്രോസ്റ്റിങ്ങിന് മാത്രം പിങ്ക് കളർ കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം. പിന്നെ അതിനുശേഷം പുറത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തായിട്ട് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നും എഴുതി കൊടുക്കുന്നുണ്ട്. കാർഡിൻ്റെ താഴെയായിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതാം. പിന്നെ കുറച്ച് പാർട്ടി പോപ്പേഴ്സിൻ്റെ എഫക്റ്റ് കൊടുക്കാൻ ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാർഡിൻ്റെ പുറത്ത് ഹാർട്ട് ഷേപ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന ഏരിയയിൽ മാത്രം ഗം തേച്ച് കൊടുക്കുക. ഇപ്പം തന്നെ ഇതൊരു കാർഡിൻ്റെ എഫക്റ്റ് ആയി. പക്ഷേ ഇതിലൊരു സർപ്രൈസ് എലിമെൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്ത് കയറുന്ന ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കണം. നീളം മാത്രം 1 സെൻറ്റിമീറ്റർ കൂടുതലായാൽ മതി. ഇപ്പം ഞാൻ എടുത്തപ്പം 10x11 സെൻറ്റിമീറ്റർ ആയിരുന്നു. അങ്ങനെ അതിൽ ഞാൻ ബലൂൺ വരച്ച് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ആകുമ്പോൾ ബലൂണും വേണം, കേക്കും വേണമല്ലോ. ഇനി എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ആ പോർഷനിൽ നമ്മൾ പുള്ളെന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാർഡ് ചെയ്യാൻ എനിക്ക് 10 മിനിറ്റ് പോലും വേണ്ടി വന്നില്ല, അത്രയ്ക്കും സിമ്പിളാണ്. ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറും സ്കെച്ചും ഉണ്ടെങ്കിൽ ഈ കാർഡ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ കാർഡ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.